വിഷമില്ലാത്ത ഭക്ഷണം ഔഷധത്തിന് തുല്യമാണെന്നാണ് ശ്രീനിവാസൻ മക്കളോടും ഭാര്യയോടും തന്റെ പ്രിയപ്പെട്ടവരോടുമെല്ലാം പറഞ്ഞിട്ടുള്ളത്. വർഷങ്ങൾക്ക് മുന്നേ സിനിമയെപ്പോലെ തന്നെ കൃഷിയെയും സ്നേഹിച്ച് അദ്ദേഹം മണ്ണിലേക്കിറങ്ങിയത് ആ പറഞ്ഞത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിരുന്നു. എറണാകുളത്ത് കണ്ടനാട്ടെ ഒരു ഗ്രാമത്തിൽ 75 സെന്റ് സ്ഥലം വാങ്ങി വീട് വെച്ച് അതിനു മുന്നിൽ പച്ചക്കറികളും നെൽകൃഷിയും മാത്രമല്ല, സൂര്യകാന്തി പൂക്കളുടെ പാടം വരെ അദ്ദേഹം ഒരുക്കിയെടുക്കുകയായിരുന്നു സ്വന്തം അധ്വാനത്തിൽ. വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ വീട്ടിലെ അടുക്കളത്തോട്ടത്തിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ പാടത്തുണ്ടാക്കുന്നത് മാർക്കറ്റിലേക്ക് എത്തിക്കുവാൻ അദ്ദേഹം കണ്ടെത്തിയ മാർഗമായിരുന്നു ഒരു പച്ചക്കറിക്കട. ശ്രീനി ഫാംസ് എന്ന പേരിൽ തുടക്കമിട്ട ആ കടയ്ക്ക് കൂട്ടായി 2 കൂട്ടുകാർ കൂടിയെത്തി. അങ്ങനെ പാർട്ട്ണർഷിപ്പിൽ ആരംഭിച്ച ആ ബിസിനസ് ശ്രീനിവാസൻ മുൻപിൽ നിന്നതോടെ വളർന്നത് അതിവേഗവുമായിരുന്നു. പ്രതീക്ഷിക്കാത്ത ഉയരത്തിലേക്ക് ശ്രീനി ഫാംസ് വളർന്നു. 10 ലക്ഷം രൂപയുടെ മുതൽ മുടക്കിൽ കണ്ടനാട് വീടിനോട് ചേർന്നായിരുന്നു ആദ്യം ജൈവ കൃഷിയും വിപണന കേന്ദ്രവും തുടങ്ങിയത്. കണ്ടനാട്ട് നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളും പഴങ്ങളും പഴവർഗ്ഗങ്ങളുമെല്ലാം അവിടുത്തെ ആ സ്റ്റോറിലൂടെ തന്നെ വിൽക്കും. കൂടുതലും നാട്ടുകാരായിരുന്നു അതിന്റെ ഉപഭോക്താക്കളായി എത്തിയത്. അത് കൂടുതൽ വിപുലമാക്കുന്നതിന്റെ ഭാഗമായാണ് കലൂരിലെ മെട്രോ സ്റ്റേഷനരികെയും ഒരു സ്റ്റോർ തുറന്നത്. അരി, പച്ചക്കറികൾ, പഴങ്ങൾ, പലവ്യഞ്ജനങ്ങൾ എന്നിവയൊക്കെയാണ് ഇവിടെ വിറ്റിരുന്നതും. പതുക്കെ ജില്ലകളിലെല്ലാം ഇതിന്റെ സ്റ്റോർ തുറക്കാനും ഓൺലൈൻ വ്യാപാരമടക്കം മുന്നോട്ട് കൊണ്ടുപോകുവാനും ഒക്കെയായിരുന്നു പദ്ധതികൾ. ഖാലിദും സ്റ്റാജൻ ജോസും ആയിരുന്നു ശ്രീനിവാസനൊപ്പം ഈ ബിസിനസ് സംരംഭത്തിൽ ഒപ്പം നിന്നവർ. എന്നാൽ ബിസിനസ് അതിവിപുലമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കവെയാണ് 2022 അദ്ദേഹത്തിന് വയ്യാതാകുന്നത്. ബൈപ്പാസ് സർജറിക്ക് ശേഷം അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയെങ്കിലും പഴയ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാനായില്ല. ബിസിനസ്സിൽ ലക്ഷ്യമിട്ട പുതിയ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിലേക്ക് എത്തുവാനും സാധിച്ചില്ല. ഇപ്പോഴും ഔട്ട്ലെറ്റുകൾ ഓപ്പൺ ആണെങ്കിലും അദ്ദേഹം ആഗ്രഹിച്ചതുപോലൊരു വിപുലീകരണത്തിലേക്ക് ബിസിനസ് എത്തിക്കുവാൻ സാധിച്ചില്ല. വിഷം കലരാത്ത ഭക്ഷണം ആവശ്യക്കാരിൽ എത്തിക്കുക, ജൈവ കൃഷിരീതി പ്രോത്സാഹിപ്പിക്കുന്നതിന് ആവശ്യമായ പിന്തുണ ശക്തമാക്കുക തുടങ്ങിയവയാണ് ശ്രീനി ഫാംസിലൂടെ ലക്ഷ്യമിട്ടത്. ആദ്യഘട്ടത്തിൽ ജൈവ പച്ചക്കറികളുടെയും നെല്ലിന്റെയും ഉൽപാദനമാണ് നടന്നത്. വയനാട്ടിലും ഇടുക്കിയിലും തൃശ്ശൂരും എറണാകുളത്തുമൊക്കെയായി കൃഷി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിച്ച് ഔട്ട്ലെറ്റുകൾ വർദ്ധിപ്പിക്കാനായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചത്. രണ്ടാമതായി ലക്ഷ്യമിട്ടത് അത്യാധുനിക ഓർഗാനിക് കൃഷിക്ക് തുണയേകുന്ന ഗവേഷണത്തിന് ബയോടെക്നോളജി വിഭാഗത്തിനുമായിരുന്നു. എന്നാൽ സ്വപ്നങ്ങളെല്ലാം കൂട്ടുകാരെ ഏൽപ്പിച്ചാണ് അദ്ദേഹം മരണത്തിലേക്ക് പോയിരിക്കുന്നത്. ശ്രീനിവാസൻ എന്ന കരുത്ത് നഷ്ടപ്പെട്ടെങ്കിലും ബിസിനസ് മക്കളുടെ സാന്നിധ്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇനിയുള്ള ശ്രമം. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.